ദൈവമഹത്വത്തിനായി പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയും ഈശോയും തിരഞ്ഞെടുത്തതിന് ഈശോയ്ക്കും അമ്മയ്ക്കും പ്രത്യേകം ആയിരം നന്ദി പറയുകയാണ്. എൻ്റെ പേര് ജിമ്മി ജോസഫ്. ഇത് എൻ്റെ ഭാര്യ ലിറ്റി. ഇത് എൻ്റെ മൂത്ത മകൻ ജോസഫ്. രണ്ടാമൻ ഫ്രാൻസിസ്. ഞങ്ങൾ വരുന്നത് പാലായിൽ പ്രവിത്താനം സെൻറ്റ് അഗസ്റ്റീൻസ് ഫൊറോനാപ്പള്ളി ഇടവകയിൽ നിന്നാണ്. ഞങ്ങൾ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് 2024 ഫെബ്രുവരി 25 അന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയത്. എന്നാൽ ഞങ്ങളിവിടെ വരുമ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഇവിടെ നടക്കുകയായിരുന്നു. ഉടമ്പടി ധ്യാനം കൂടിയ ഞങ്ങൾക്ക് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോയതുകൊണ്ട് മാത്രം കാര്യമില്ല, ഇവിടെ വന്നാൽ ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രമേ കാര്യമുള്ളൂ എന്ന് മനസ്സിലാകുകയും ഞങ്ങൾ അന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. അന്ന് ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ 6 മണി കഴിഞ്ഞിരുന്നു. പല ബസ്സുകൾ കയറി ഞങ്ങൾ കോട്ടയം ബസ് സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ രാത്രി 10 മണിയായിരുന്നു. ഏതെങ്കിലും ഒരു ബസ് കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങളവിടെ ബസ്സിന് വേണ്ടി നോക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കൂടെ തന്നെ പോകുന്ന ബസ് അവിടെ 5 മണിക്ക് പോകേണ്ട ബസ്സാണ്. ആ ബസ് ഞങ്ങൾക്ക് വേണ്ടി 10 മണി സമയത്ത് രാത്രി കോട്ടയം ബസ് സ്റ്റാൻഡിൽ കാത്തു കിടക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. അത് പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേക ഇടപെടലാണെന്നും ഞങ്ങളുടെ കാര്യം അമ്മ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു. രണ്ടാമത് ഞങ്ങളുടെ കുട്ടികളുടെ പഠനകാര്യങ്ങൾ ഉടമ്പടിയിൽ വെച്ചിരുന്നു. എൻ്റെ പേര് ജോസഫ് ജിമ്മി. ഞാൻ കൃപാസനത്തെപ്പറ്റി അറിയുന്നത് 2018 2018 പറയുമ്പം ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് 9 കൊല്ലമായ സമയമായിരുന്നു. അപ്പം അതിനിടയ്ക്ക് ഞങ്ങൾ 3 വീടിന് അഡ്വാൻസ് കൊടുത്തു. ഒരെണ്ണം കേസിലായി, 2 തന്ന ആൾക്കാർ തന്നെ തരില്ലെന്ന് പറഞ്ഞു അവസ്ഥയിലായി. അപ്പം അങ്ങനെ നിൽക്കുന്നൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. പല ധ്യാനകേന്ദ്രങ്ങൾ കാണും, അല്ലെങ്കിൽ പ്രാർത്ഥന ഗ്രൂപ്പുകളിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്ന പോലെ എന്ന സമയത്ത് അങ്ങനെ പലയിടത്തും കൊടുക്കുന്നു. ആ സമയത്ത് അമ്മയുടെ ചേച്ചി പറഞ്ഞ് ഞങ്ങളിവിടെ കൃപാസനത്തിൽ ലൈറ്റ് ക്യാൻഡിൽ പെറ റിക്വസ്റ്റ് ഇടാം, അങ്ങനെ അവസരം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം വലിയ ബുദ്ധിമുട്ടില്ല, ഓൺലൈനിൽ കൊടുത്താൽ മതി. അപ്പോൾ ഓൺലൈനിൽ ഞാനും അമ്മയും കൂടെ ഇരുന്നാണ് കൊടുക്കുന്നത്. അപ്പം അത് കൊടുക്കുന്നു. ഞങ്ങളുടെ നിയോഗമായിട്ട് വീടിൻ്റെ കാര്യം പറയുന്നു. അത് കൊടുക്കുന്നത് 11/1/2018 3 ദിവസം 2-3 ദിവസം ഞങ്ങൾക്ക് ഇവിടുന്ന് പ്രത്യക്ഷ പ്രാർത്ഥന ഞങ്ങൾ ചെല്ലുന്നു. പക്ഷേ എനിക്ക് ഇവിടുത്തെ സാക്ഷ്യങ്ങളോ യൂട്യൂബിൽ നിന്നുള്ള സ്ട്രീമിംഗ് ഒക്കെ കണ്ടിട്ട് എനിക്കങ്ങനെ ദഹിക്കുന്നില്ല. ഇതെന്താ ശരിയാണോ എങ്ങനെയാണ്? അപ്പം പതുക്കെ ഞങ്ങളിന്ന് വലിഞ്ഞു. അങ്ങനെയൊക്കെ പോട്ടെ. അപ്പോൾ വരുന്നു. അപ്പം ഇനി അടുത്ത ആഴ്ചയിൽ അപ്പനെ മാതാവ് സംസാരിക്കുന്നതായിട്ട്, അപ്പനെ കാര്യമായിട്ട് ഇതിനെപ്പറ്റി ഞങ്ങൾ അറിയത്തൊന്നുമില്ല. അപ്പനെ അങ്ങനെ മാതാവ് സംസാരിക്കുന്നതായിട്ടൊരു അനുഭവം ഉണ്ടാകുന്നു. ഉടൻ തന്നെ ഞങ്ങൾക്കൊരു വീട് കാണുന്നു. ഒരു പണിത് തീരാറായൊരു വീട് ഞങ്ങൾക്ക് ഒരുക്കിയിട്ടിരിക്കുക മാതാവ്. ആ സമയത്ത് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അത് ദൈവിക ഇടപെടൽ തന്നെയാണ്. പക്ഷേ കൃപാസനം മാതാവാണെന്ന് ഇടപെട്ടാൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഈ അടുത്ത കാലത്താണ്. അതെന്ന് പറഞ്ഞാൽ ഈ കറക്റ്റ് 1 മാസം തുടങ്ങിയെന്ന 10/2/2018 ഞങ്ങൾ കയർത്താമസം നടക്കുക. അതിൻ്റെ ഇടയ്ക്ക് പല പ്രശ്നങ്ങളാണ്. രജിസ്ട്രേഷൻ്റെ സമയത്താണെങ്കിലും മറ്റ് അതിൻ്റെ കാര്യങ്ങളെല്ലാം പല പ്രശ്നങ്ങൾ കുരുക്കുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം കറക്റ്റ് ആ 1 മാസം തികയുന്ന അന്ന് ഒരു പ്രശ്നം കൂടാതെ ഞങ്ങൾ പുതിയ വീട്ടിൽ കയറി താമസിക്കാൻ പറ്റും. അത് മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ മാത്രമാണ്. സമയച്ചുരുക്ക് തന്നെ മാതാവ് വന്ന് അവിടെ ഇടപെട്ടു. പിന്നെ ഇപ്പം അപ്പം പറഞ്ഞ പോലെ ഈ വീണ്ടും ഉടമ്പടിയിലോട്ട് വരുന്നത് ആ ഒരു സാഹചര്യം ഉണ്ടാകുന്ന അപ്പന് ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു. 2000 തൊട്ട് തുടങ്ങിയൊരു ബിസിനസ്സായിരുന്നു. അപ്പോൾ അപ്പനെ ഇടയ്ക്ക് സ്ഥാപനത്തിൽ വെച്ചൊരു അപകടം ഉണ്ടാകുകയും പിന്നെ അപ്പം കിടപ്പിലാവുകയൊക്കെ ചെയ്തു. ആ സമയത്ത് പാർട്ണറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായി. ഒന്നും കിട്ടില്ലെന്നായി, ഷെയറൊന്നും കിട്ടില്ലെന്നൊരു സ്ഥിതിയൊക്കെ ആയി. പല പ്രശ്നങ്ങളാൽ ഭയങ്കര നെടുവേർപ്പെട്ടിരുന്ന സമയത്താണ് കൃപാസനത്തെപ്പറ്റി വീണ്ടും അറിയുന്നു. എന്നാലും പഴയതിനെപ്പറ്റി വലിയ ഓർക്കുന്നില്ല. വരുന്നു. അപ്പനും അമ്മ ഇപ്പോൾ പറഞ്ഞ പോലെ ഒന്ന് ഉടമ്പടിയൊക്കെ എടുത്തിട്ട് പോകുന്നു. അപ്പം ആ സമയത്ത് അപ്പനും പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട നിയോഗമായിരുന്നു എൻ്റെ അനിയൻ്റെ പഠനകാര്യം, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ കാര്യം. അപ്പം അത് കഴിഞ്ഞ് അധികം താമസിക്കാതെ തന്നെ ഞങ്ങൾക്കൊരു പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അത് അപ്പൻ ഒരിക്കലും ബിസിനസ്സിലോട്ട് ഇനി ഒരിക്കലും ഇല്ല എന്ന് ഞങ്ങളോട് എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞ് തീരുമാനിച്ചിരുന്ന എല്ലാം മടുത്തു എന്ന് പറഞ്ഞ അവസ്ഥ ഇരുന്നപ്പോൾ അപ്പനൊരു ദിവസം ബൈബിൾ വായിക്കുമ്പം മാതാവ് വെളിപ്പെടുത്തി കൊടുക്കുക, ആ പഴയ പരിപാടികളൊക്കെ തന്നെ വീണ്ടും അങ്ങനെ തുടങ്ങുന്നു. അപ്പം അതിനൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കണം. അപ്പം ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ ബാങ്കിൽ ചെല്ലുമ്പോൾ ചുമ്മാ ഞങ്ങൾ ചോദിക്കുക ഒരു ലോൺ കിട്ടുമോ? അപ്പം ഞങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഒന്നും കാണില്ല, എന്നാലും ചുമ്മാ ചോദിച്ചേക്കാം. അപ്പോൾ ലോൺ ഓഫീസർ തരില്ല, അങ്ങനെ നിങ്ങൾക്ക് എടുക്കാനുള്ള യോഗ്യതയില്ല.
ആ സമയത്ത് ചുമ്മാ ആ മാനേജർ എന്നത്തിന് അതിൽ കൂടെ വന്ന് എനിക്കറിയത്തില്ല, മാനേജർ അയാളുടെ ക്യാബിനിൽ നിന്ന് വരിക, ഓഫീസറിൻ്റെ പുറകെ വശത്ത് നിൽക്കുന്നു. നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾക്ക് എന്നാ പ്രശ്നം? നിങ്ങൾക്ക് തരാമല്ലോ, ഒരു കുഴപ്പമില്ല, തരാമെന്ന് പറയുന്നു. ഞങ്ങൾ വീണ്ടും അടുത്ത ദിവസം ലോണൊക്കെ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴും വീണ്ടും ലോൺ ഓഫീസർ തരുമില്ല. അപ്പോൾ മാനേജർ വീണ്ടും പറയുന്നു ഞങ്ങൾക്ക് തരാം. ഞങ്ങൾ അന്ന് ആ ലോണ് കിട്ടിയത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ആ ബിസിനസ് ഞങ്ങൾ തുടങ്ങാൻ ഒരു ചാൻസ് ഇല്ല, കാരണം അന്ന് പൈസയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ ആ മാതാവിൻ്റെ പ്രത്യേകതല്ല, ആ മാതാവായിട്ട് ആ മാനേജർ ആ ക്യാബിനെ നിന്നിട്ട് വന്ന് അവിടെ വന്നത് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ഒരു യുക്തിപരമായോ വേറെ രീതി നോക്കിയാൽ ഒരു ചാൻസും അവിടെ ഇല്ല. അന്ന് മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ കൊണ്ട് മാത്രം ആ ഒരു കൊല്ലം ഞങ്ങൾ കിട്ടിയിട്ടുള്ളൂ. അന്നാണ് ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യം. അന്ന് ഞങ്ങളൊക്കെ നല്ലോണം മാതാവ് ഞങ്ങൾക്ക് ക്രമീകരിച്ച് വന്നു. പിന്നെ സാധനം മേടിക്കാനാണെങ്കിലും അത് വിൽക്കാനാണെങ്കിലും എല്ലാ ദിവസവും ഞങ്ങൾ മാതാവ് ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെ കൂടെ എങ്ങനെ വിൽക്കണം, എവിടെ വിൽക്കണം, ആർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഒരാളെ പരിചയപ്പെടുത്തി തരുന്ന പോലും മാതാവ് പല വ്യക്തികളിലൂടെ, നിസ്സാര വ്യക്തികളിൽ കൂടെ വരെ ഞങ്ങളൊക്കെ അത് മാതാവ് ക്രമീകരിച്ച് തരിക. ഇന്നും ഞങ്ങൾക്ക് ഞങ്ങൾ പണ്ട് ബിസിനസ് എങ്ങനെ നടത്തിരുന്നത് അതിനെ അന്ന് നോക്കിയാൽ സെറ്റപ്പെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അന്നായിരിക്കും പക്ഷെ വലുത്. പക്ഷേ അതിനേക്കാളും നല്ല ഹാപ്പി ആയിട്ട് നന്നായി എൻജോയ് ചെയ്യുന്നത് ഈശോയോടും മാതാവിനോടും കൂടെ നിന്ന് ഉടമ്പടിയിൽ നിന്നുകൊണ്ട് ഞങ്ങളിന്ന് ജീവിച്ചു പോരുകയാണ്. പിന്നെ ഇതോടൊപ്പം തന്നെയായിരുന്നു, ഇതിൻ്റെ ഇടയ്ക്കായിരുന്നു, ഈ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കായിരുന്നു അനിയൻ്റെ പരീക്ഷ. എൻ്റെ പേര് ഫ്രാൻസിസ്. അപ്പൻ ഉടമ്പടി എടുത്ത് ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് പരീക്ഷ നന്നായിട്ട് എഴുതാനും ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തും ഇങ്ങനെ പരീക്ഷയുടെ സമയത്ത് ഇങ്ങനെ മാതാവ് പറഞ്ഞു തരുന്ന പോലെ നമുക്ക് തോന്നി. ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തേനും ഉപ്പപ്പം പോക്കറ്റിലിട്ട് തരും. എന്നിട്ട് പരീക്ഷയുടെ സമയത്ത് ഈ ആൻസർ പേപ്പറിലൊക്കെ ഇട്ടുവിടും. പിന്നെ രാവിലെ തൈലം പൂശി നെറ്റി കുരിശ വരച്ച് വിടും. അങ്ങനെ മാതാവിൻ്റെ ഒരു ഇടപെടൽ മൂലം മാത്രമാണ് എനിക്ക് അങ്ങനെ +2 99% മാർക്ക് കിട്ടി. അതിൻ്റെ നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു വാഹനം ആവശ്യമായിട്ട് തോന്നി. പക്ഷെ ഞങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങൾ അതുവരെ പലതവണ നമ്മൾ കൊതിയൊക്കെ പറയുമല്ലോ, എവിടെയെങ്കിലും വീഡിയോ കാണുമ്പോൾ ആരെങ്കിലും മേടിക്കുന്ന കാണുമ്പോൾ നമ്മൾ പറയും ഒരു വാഹനമൊക്കെ മേടിക്കണം, നമുക്ക് പുതിയൊരെണ്ണം മേടിക്കണം എന്നൊക്കെ. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് മാതാവ് ഞങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കി തരിക. അങ്ങനെ പെട്ടെന്നൊരു വണ്ടി മേടിക്കുന്നു, പെട്ടെന്ന് തന്നെ കിട്ടുന്നു, അതിൻ്റെ കാര്യങ്ങളെല്ലാം പോകുന്നു. ഇന്നും അതിനൊരു കുഴപ്പമില്ലാതെ എൻ്റെ എമൗണ്ട് എല്ലാം ക്രമീകരിക്കും. ലോൺ അടയ്ക്കാനാണെങ്കിലും എല്ലാ മാസവും കറക്റ്റ് മാതാവ് എന്നുള്ള എമൗണ്ട് ഞങ്ങൾക്ക് റെഡിയാക്കി തരും. ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ടെൻഷൻ പോലും വേണ്ടാന്ന അവസ്ഥയിലാണ് മാതാവ് ഞങ്ങളതിനെ പരിപാലിച്ചുകൊണ്ട് വന്നത്. അതിനുശേഷം എനിക്ക് അപ്പൻ്റെ ഈ പ്രശ്നത്തിനിടയ്ക്ക് എൻ്റെ പല കാര്യങ്ങളൊക്കെ ഞാൻ പോകും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഒരു പ്രധാന പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഡിസംബർ 2023 ആ സമയത്ത്. അതിനുശേഷം അപ്പം ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് ഞാൻ എൻ്റെ ഡിഗ്രി എക്സാം രണ്ടാമത്തെ എക്സാം നടക്കുക. അപ്പോൾ ആ സമയത്ത് ഞാൻ കാര്യമായിട്ട് പഠിക്കാൻ പറ്റില്ല, കാരണം വീട്ടിലതാ സാഹചര്യം, മാനസികമാത്ര ലെവലൊക്കെ അല്ല ആ സമയത്ത്. എന്ന് പറഞ്ഞ് വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പം അത് നേരിടാൻ വേറെ ആരുമില്ല, മാതാവും ഈശോയൊക്കെ ഉള്ളൂ. എന്ന് ഈശോയോട് തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് പോവുക. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞങ്ങളെ മാതാവ് ഞങ്ങളെ പിടിച്ച് കൊണ്ടുവന്നതാണ് ഇവിടെ കൃപാസനത്തിൽ. അപ്പം ആ ഡിഗ്രി എക്സാം ഞാൻ അറ്റൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ജൂലൈയിലാണ് അടുത്ത ഫൈനൽ എക്സാം, ജൂലൈ സമയത്ത് അറ്റൻഡ് ചെയ്യുന്നു. അപ്പം ആ സമയത്ത് അപ്പനെ എനിക്ക് രാവിലെ തൈലം പൂശി തരും, എനിക്ക് ഉപ്പും പോക്കലിട്ട് തരും. ഞാൻ അത് ഉടമ്പടി നിറച്ച വസ്തുക്കൾ നമ്മൾ ഉപ്പും കഴിക്കും, വിശ്വാസപ്രമാണം ചൊല്ലി കഴിക്കും. ഞാൻ ആൻസർ പേപ്പറായാലും ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി ഇട്ടിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്യും. അപ്പം പരീക്ഷയെ കഴിഞ്ഞു. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അത്യാവശ്യം പാസ്സാണ്, തോറ്റു പോകരുത് എന്നൊക്കെ ഒരു ചിന്ത അന്നത്തെ. അപ്പം പല പ്രശ്നങ്ങളുടെ ഇടയ്ക്കായതുകൊണ്ട് അതുകൊണ്ട് ഒരു റിസൾട്ട് വന്നു. എനിക്ക് വലിയ കുഴപ്പമില്ല എന്നൊരു റിസൾട്ട് എനിക്ക് കിട്ടുന്നു. അത്യാവശ്യം ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ എനിക്കും വലിയ കുഴപ്പമൊന്നുമില്ല എന്നങ്ങ് പോകുന്നു. അതിനൊരു കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു ഫെബ്രുവരി 19 2025 ആയപ്പം ഞാൻ വിട്ട സാധനം ഞാൻ കോച്ചിങ്ങിന് വന്ന് ഈ കേന്ദ്ര സർക്കാർ ജോലികളുടെ കോച്ചിങ്ങിന് വേണ്ടി. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരും. വൈകിട്ട് വരുമ്പം എൻ്റെ സൈഡിലിരുന്ന സീറ്റിലെ ചേട്ടൻ അവിടെ നിന്ന് എണീക്കുന്നു. അപ്പം ഞാൻ നിൽക്കുമായിരുന്നു, ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. പെട്ടെന്ന് ഞാൻ ഫോൺ എടുക്കും. ആ ഫോൺ എടുക്കുന്ന നേരം എനിക്കൊരു മെയിൽ വരുന്നു. ആ സമയത്ത് എനിക്ക് വരുന്ന മെയിൽ വേണം പരസ്യത്തിൻ്റെ, ഞാൻ സാധനം നോക്കാറില്ല. പക്ഷേ അന്ന് എന്തോ എനിക്ക് ആ മെയിൽ എടുത്ത് നോക്കാൻ തോന്നുന്നു. മെയിൽ നോക്കുന്നു, എനിക്ക് കിട്ടിയ മെയിൽ ഇതായിരുന്നു: യുവർ നെയിം ഹാസ് ബീൻ റെക്കമെൻഡഡ് ഫോർ യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡൽ ഫോർ സ്റ്റാൻഡിങ് ഫസ്റ്റ് ഇൻ ദ എക്സാമിനേഷൻസ് ഹെൽഡ് ഇൻ December 2025 ആൻഡ് June 2024. ഞാനും വിശ്വസിച്ചില്ല, കാരണം അന്ന് ഫേക്ക് മെസ്സേജുകൾ കാലമാണ്, എല്ലാവർക്കും അറിയാം ഫേക്ക് മെസ്സേജുകൾ ഇഷ്ടംപോലെ വരും. ഞാൻ വിശ്വസിച്ചു. എന്നാലും ഒരു സാധ്യതയുണ്ട്, പറഞ്ഞിരിക്കുന്നുണ്ട് ഡൽഹിക്കൊക്കെ ചെല്ലാനാണ്. അതിൽ വീട്ടിൽ ചെന്ന് ഞാൻ മാതാവിനോട് ആദ്യം ചെന്ന് നന്ദി പറഞ്ഞു. അതിനുശേഷം ഞാൻ ആ വീട്ടിൽ അമ്മയോടും അപ്പനോടൊക്കെ പറയുക. അപ്പം അവർ പോലും ശരിക്കും പറഞ്ഞാൽ വിശ്വസിച്ചില്ല, സത്യം പറഞ്ഞു. കാരണം ഞാൻ എങ്ങനെ പഠിച്ചതെന്നും ഞാൻ എങ്ങനെ പരീക്ഷയ്ക്ക് പോയെന്നും എല്ലാ ദിവസവും ഇവർ കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഞങ്ങൾ പിന്നെ അത് വെരിഫൈ ചെയ്തു, സാർമാരോടൊക്കെ ചോദിച്ചു. കുറച്ച് മെയിലൊക്കെ വരാണ്ടായിരുന്നു, എല്ലാം നോക്കി കറക്റ്റ് മെയിൽ.
ഒരു കുഴപ്പമില്ല. മാർച്ച് 5-ാം തീയതി, അത് ഏകദേശം കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് കുടുംബസമേതം ഡൽഹിക്ക് ഫ്ലൈറ്റിൽ പോകാൻ ഞങ്ങൾക്ക് വലിയ ആഗ്രഹമായിരുന്നു, ഡൽഹിക്ക് ഫ്ലൈറ്റിലൊക്കെ പോകാമെന്നുള്ളത്. മാധവ് ഞങ്ങൾക്ക് സാധിച്ചു തന്നു. ഞങ്ങൾ പോകണോ പോകണ്ടോ അതിലൊരാൾ പോയാൽ പോരെ അങ്ങനെയൊക്കെ ഓർത്തോർത്തിരുന്നിട്ട് അവസാനം ഞങ്ങൾക്ക് 4 പേർക്കും അവിടെ ചെല്ലാനും ആ ഹാളിനകത്ത് കയറാൻ എനിക്ക് മാത്രം അനുവാദമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷം പരിപാടി തൊട്ട് മുമ്പ് മാധവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഹാളിൽ കയറി പരിപാടി പങ്കുചേരാനൊക്കെ സാധിച്ചു. എനിക്കന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മുഖ്യ അതിഥി. അദ്ദേഹം മുഖ്യ അതിഥിയായിരുന്ന ചടങ്ങിൽ അന്നത്തെ IIT തിരുച്ചിറപ്പള്ളി ഡയറക്ടറായി നിന്ന് എനിക്ക് ഗോൾഡ് മെഡലും സർട്ടിഫിക്കറ്റും വാങ്ങിക്കുവാൻ എനിക്ക് സാധിച്ചു. അത് മാധവന് പ്രത്യേക അനുഗ്രഹമാണ്. കാരണം ഞാൻ ആ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടില്ല. എൻ്റെ ഒരു മെറിറ്റ് കൊണ്ടും അല്ലാതെ മാധവൻ്റെ മാത്രം ഗ്രേസ് കൊണ്ട് മാത്രം മാധവുണ്ട് എന്നുള്ളതാണ് എൻ്റെ മെറിറ്റ്. അല്ലാതെ ഞാൻ പഠിച്ചതുകൊണ്ടോ എൻ്റെ കഴിവോ ഒന്നും അല്ല ആ സമയത്ത് എൻ്റെ മെറിറ്റ്. ഇന്നും അതെ. പിന്നെ അതിനുശേഷം സമയം വന്നു, ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി ജോലികൾക്ക് വേണ്ടി പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരിക ജൂലൈയിൽ എയിംസിൻ്റെ ഒരു കോമൺ റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ. എയിംസ് അറിയാം, നമുക്ക് കേരളത്തിൽ എയിംസ് ഒന്നുമില്ല. അപ്പം ഞാനും എന്നാലും നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നല്ലോ, നമുക്ക് വായിച്ച് നോക്കാം. വായിച്ച് നോക്കിനകത്ത് കിടക്കുന്നു ഒരു പോസ്റ്റ് ഉണ്ട്. ESIC എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ UD ക്ലർക്കായിട്ട് വേക്കൻസി ഉണ്ട്, കേരളത്തിലുണ്ട്. ആകെ മൊത്തം 16 വേക്കൻസി, അതിൽ 9 എണ്ണം ജനറൽ കാറ്റഗറിക്ക് പറ്റും. അപ്പം വേറെ തീർത്തും കുറച്ച് വേക്കൻസി ഉള്ളൂ. കാരണം ജനറൽ കാറ്റഗറിക്കാർ പരീക്ഷ എഴുതുന്നവർക്കൊക്കെ അറിയാം, ജനറൽ കാറ്റഗറിക്കാർക്ക് കയറാൻ ഇത്തിരി പാടാണ്. ബാക്കിയുള്ളവർക്ക് റിസർവേഷൻ എല്ലാം പോയി കഴിഞ്ഞാൽ അവർക്ക് നമ്മളെക്കാളും മാർക്ക് ഉണ്ടെങ്കിൽ അവർ നമ്മുടെ സീറ്റും കൊണ്ടും പോകും. ഈ നമുക്കുള്ളതാണെന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും ഉള്ള സീറ്റാണ് ജനറൽ സീറ്റ് എന്ന് പറഞ്ഞാൽ, അതവർ കൊണ്ടുപോകും, നമുക്ക് ആ സീറ്റ് കിട്ടില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പം ഞാൻ യുക്തിപരമായി ചിന്തിച്ചു. അന്ന് ഞാൻ യുക്തിയെ കൂട്ടിയാണ് ചിന്തിക്കുന്നത്. അപ്പം ഇല്ല, 9 വേക്കൻസി, ഞാൻ സാധനം കൊടുക്കുന്ന പരീക്ഷയ്ക്ക് 500, 100 അതൊക്കെ ഉള്ളൂ സത്യം പറഞ്ഞാൽ. അന്ന് ആ പരീക്ഷയ്ക്ക് 3000 രൂപ വേണം. അപ്പം നമ്മൾ കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കുന്നില്ല. ഞാൻ ചുമ്മാ തന്നെ 3000 രൂപ കളഞ്ഞ് ചുമ്മാ ഞാൻ പോയി പരീക്ഷയ്ക്ക് പോകണം പൈസ ഉണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഇത്ര പൈസ കളയുന്നത് കൊടുക്കുന്നില്ല. ഞങ്ങൾ ഉറപ്പിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ അവസാന ദിവസം എടുക്കാറായപ്പം ഞങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നേരത്തെ ഒരു തവണ നോട്ടിഫിക്കേഷൻ വന്നെന്ന് പറഞ്ഞ് അറിയിച്ചായിരുന്നു. പക്ഷേ വീണ്ടും ലാസ്റ്റ് ഡേറ്റ് 31-ാം തീയതി ആണെന്നൊക്കെ പറഞ്ഞു. ഒന്നുകൂടെ മെസ്സേജ് വരും. അങ്ങനെ ഒരിക്കലും ഒരു പരീക്ഷയ്ക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങൾക്ക് വന്നിട്ടില്ല. അപ്പം അങ്ങനെ വരുന്നു. എനിക്കുള്ളൊരു വാണിംഗ് പോലെ എനിക്ക് തോന്നുക. ഞാനത് കൊടുക്കാം സംശയിച്ച് നിന്ന് ഞാൻ അവസാനം ലാസ്റ്റ് ഡേറ്റിനന്ന് ഞാൻ ഫില്ല് ചെയ്യുക. കുറച്ച് നേരം എടുത്ത പ്രോസസ്സായിരുന്നു. അപ്പം അതെല്ലാം ഫില്ല് ചെയ്ത് സബ്മിറ്റ് നോക്കി. അപ്പം ഇനി പേയ്മെൻറ്റ് കൊടുക്കണം. ഈ പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി നോക്കിയിട്ട് നടക്കുന്നില്ല. ആ വിൻഡോ ക്രാഷാണ്. അപ്പം സമയം 5 മണി 6 മണി വരെ എങ്ങാണ്ടേ ഉള്ളൂ. ആ സമയം വരെ ഞാൻ നോക്കി, പറ്റുന്നില്ല. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു. അപ്പം അമ്മയൊക്കെ എന്നോട് ചോദിച്ചു, എന്നാ പറ്റിയില്ല അല്ലേ? ഞാനോർത്ത് 3000 രൂപ ഇത്തരം മാതാവിന് അറിയാമല്ലോ, നമ്മൾ ചുമ്മാ പൈസ ഉണ്ടായി കളയുന്നതാണോ ഇല്ലയോ എന്ന്. അപ്പം പൈസ ചുമ്മാ കളയണ്ടെന്ന് പറഞ്ഞാൽ മാതാവ് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സമ്മതിക്കാതിരുന്നായിരിക്കും ഞാൻ പറഞ്ഞു. പക്ഷെ അത്ഭുതം പോലെ മാതാവ് അത്ഭുതം തന്നെയാണ്. അടുത്ത ദിവസം എനിക്ക് എയിംസിൽ നിന്ന് മെസ്സേജ് വരിക, ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തു, പക്ഷേ പേയ്മെൻറ്റ് നടത്താൻ പറ്റാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുക ഡേറ്റ് എന്നും പറഞ്ഞു. ഒന്ന് ഈ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിൽ, അന്ന് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് സാധാരണ ഒരു ഇങ്ങനെ ഒരു എക്സാം കണ്ടക്ടിങ് ബോഡി സമ്മതിക്കുന്നതല്ല, പൊതുവേ ഇല്ല. വല്ല വിരളങ്ങളിൽ വിരളം. അത് അവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കേണ്ട, അതിന് മുമ്പ് കൊടുക്കാറുന്നില്ല, അതിന് കുഴപ്പമില്ലായിരുന്നല്ലോ എന്നൊരു ചോദ്യമേ വരുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വന്നാൽ തന്നെ എക്സ്റ്റെൻഡ് ചെയ്താൽ തന്നെ അവരുടെ സൈറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കും. അത് നോട്ടിഫിക്കേഷൻ ഇറക്കും എക്സ്റ്റെൻഡ് ചെയ്തെന്നും പറഞ്ഞു. പക്ഷേ ഇതങ്ങനെയല്ല. എനിക്ക് മാതാവ് എന്നെ അറിയിക്കാൻ വേണ്ടി അവരെ കൊണ്ട് അത് മെസ്സേജ് ചെയ്യിച്ചു. എനിക്ക് മെസ്സേജ് വന്നു, ഞാൻ അപ്ലൈ ചെയ്തു. കുറച്ച് ദിവസം 10-20 ദിവസം കഴിഞ്ഞപ്പം എക്സാമിന് ഞാൻ കാര്യമായിട്ടൊന്നും ഇതിനു വേണ്ടി ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. വേറെ എക്സാമൊക്കെ നടക്കുന്നുണ്ട് അതിന് വേണ്ടി. പക്ഷേ അതുമായിട്ട് നല്ല മാറ്റമുണ്ട്. അപ്പം ഞാനിതുകൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഒരു 2-3 മോക്ക് ടെസ്റ്റ് എടുക്കുന്നു, അത് മാത്രം. അതുകൊണ്ടൊന്നും ആവില്ലെന്ന് എഴുതുന്നവർക്കൊക്കെ അറിയാം. അങ്ങനെ ഒരു മോക്ക് ടെസ്റ്റ് 2-3 മോക്ക് ടെസ്റ്റ് എടുത്തുകൊണ്ട് ഒരു പരീക്ഷയും ജയിക്കാൻ പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് പരീക്ഷയുടെ അന്ന് അപ്പോൾ അപ്പൻ എന്നെ രാവിലെ കയറ്റി വിടും. അപ്പം കയറ്റി വിടുമ്പോൾ അപ്പൻ എനിക്ക് തൈലം പൂശി തന്ന് ഉടമ്പടി ഉപ്പും എനിക്ക് വിടുന്നത്. അപ്പം ഞാൻ പോയി എറണാകുളത്ത് മാതാവിൻ്റെ പേരിലുള്ളൊരു സെൻറ്റർ, എക്സാം സെൻറ്റർ ആയിരുന്നു. ഞാൻ അവിടെ പോയി പരീക്ഷ എഴുതുക. ഉടമ്പടി ഉപ്പൊക്കെ ഞാൻ ആ സിസ്റ്റത്തിലൊക്കെ ഇട്ട് മാതാവിനെ സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ പരീക്ഷ എഴുതിയത്. പരീക്ഷ കഴിഞ്ഞപ്പം പരീക്ഷ പൊതുവെ എളുപ്പമാണ്. എനിക്ക് പരീക്ഷ എളുപ്പമാണെങ്കിൽ ഓൾ ഇന്ത്യ എല്ലാവർക്കും എളുപ്പമാണ്. അപ്പം ഞാൻ നോക്കി ഓൾ ഇന്ത്യ എളുപ്പമാണെങ്കിൽ കട്ട് ഓഫ് മുകളിലായിരിക്കും, ഞാൻ പാസ്സാകില്ല. അല്ലെ തന്നെ ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ 500 വേക്കൻസി എല്ലാവരും ഓൾ ഇന്ത്യ മുഴുവൻ വിളിച്ചിരിക്കുന്നതിനകത്ത്. അപ്പം ഞാൻ കിട്ടില്ല എന്നൊക്കെ ഓർത്ത് ഇരിക്കുകയാണ്. ഒക്ടോബറിലൊരു റിസൾട്ട് വരുന്നു. ഞാൻ പാസ്സായിട്ടുണ്ട്. 10,000 പേരുടെ ലിസ്റ്റ് നിങ്ങൾ പെട്ടിട്ടുണ്ട്. 500-600 വേക്കൻസി ഉള്ളിടത്ത് 10,000 പേരുടെ ലിസ്റ്റ് താൻ പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞ് റിസൾട്ട് വന്നു. ഡിസംബർ ആദ്യത്തെ ആഴ്ച എനിക്ക് മെസ്സേജ് ഞാൻ ഇത് റിസൾട്ട് നോക്കിയൊന്നുമല്ല, വേറെ വഴിക്ക് വേറെ കാര്യം നോക്കി പോയപ്പോൾ ഇങ്ങനെ റിസൾട്ട് നടക്കുമ്പോൾ കാണുന്നു. അപ്പോൾ ഞാൻ മാധവനോട് പറഞ്ഞിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ഫയലെടുത്ത് നോക്കുക. എന്നിട്ട് എൻ്റെ റോൾ നമ്പർ ഞാൻ അടിച്ച് നോക്കുക. ഇപ്പോൾ കിടക്കുന്നു മാധവൻ്റെ സംഖ്യ കൂടി 167ാമത്തെ റാങ്ക് ഓൾ ഇന്ത്യ എനിക്ക് മാധവൻ എനിക്ക് നൽകി അനുഗ്രഹിച്ചു. ഇപ്പം 167ാമത്തെ റാങ്ക് ഓൾ ഇന്ത്യ. അപ്പോൾ എനിക്ക് വേണ്ടത് കേരളത്തിലാണ് അപ്പൻ ഉടമ്പടി വെച്ചിരിക്കുന്നത്. അങ്ങനെ എനിക്ക് കേരളത്തിൽ തന്നെ ഒരു കേന്ദ്ര സർക്കാർ ജോലി കിട്ടണമെന്നാണ് അപ്പൻ്റെ ഉടമ്പടി. അപ്പം ഞാൻ
എനിക്ക് കേരളത്തിൽ തന്നെ കിട്ടണമല്ലോ. അപ്പോൾ അതിനിപ്പോൾ ഇതിൻ്റെ പ്രിഫറൻസ് നമുക്ക് കേരളത്തിൽ തന്നെ വേണമെന്ന് കൊടുക്കാനുള്ള ഡേറ്റിൻ്റെ അന്ന് അപ്പനും അമ്മയ്ക്കും ഇവിടെ ഉടമ്പടി പുതുക്കാൻ പറഞ്ഞായിരുന്നു. അന്ന് അപ്പനും അമ്മയും വന്നപ്പോൾ ഞാൻ ആ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഞാനെടുത്ത് അപ്പൻ്റെ അമ്മേനും കൊടുത്തു വിട്ടു. അപ്പോൾ അവൻ്റെ അടുത്ത് കൊടുത്തിട്ട് പ്രാർത്ഥിക്കാൻ അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ കൊടുത്തു. ജാനുവരി 3-ാം തീയതി ആയപ്പം എനിക്ക് റിസൾട്ട് വന്നു. കേരളത്തിൽ ESIC തന്നെ എനിക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് 3-ാം തീയതി ആയപ്പം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് തൃശ്ശൂരിലായിരുന്നു. തൃശ്ശൂരിൽ ഞാൻ നേരെ വന്ന് ഇങ്ങോട്ടാണ്. അതാണ് ഞാൻ കണ്ട് നന്ദി പറഞ്ഞു. കാരണം എനിക്ക് കിട്ടാതിരിക്കാൻ പല സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ കൊടുക്കാൻ തന്നെ ചാൻസ് ഇല്ലാത്ത, ഞാൻ അതിനകത്ത് എഴുതിയിരിക്കുന്ന പല ചോദ്യങ്ങളും ഞാൻ മിസ്സാക്കിയ ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന നിസ്സാര ചോദ്യങ്ങളാണ് ഞാൻ അതിനകത്ത് ചെയ്യാതെ ഇട്ടിരിക്കുന്നത്. അല്ലാതെ തന്നെ അറിയാത്ത കുറേ ക്വസ്റ്റ്യനുണ്ട്, കുറേ നിസ്സാര ക്വസ്റ്റ്യനുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് അത്ര 167-ാമത്തെ റാങ്ക് ഓൾ ഇന്ത്യ അതിലേക്ക് അത് മാതാവിൻ്റെ ഒപ്പിട്ടു 7 എന്ന സംഖ്യ അതിനകത്ത് ചേർത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം 7-ാം തീയതി ആ 7 അവിടെ പതിപ്പിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു. 3-ാം തീയതി കഴിഞ്ഞ് ഞാൻ 10-ാം തീയതി വന്ന് ഞാൻ ഇനി സാക്ഷ്യം പറയാനുള്ള തയ്യാറെടുപ്പ്. അപ്പം ഞാൻ ഉടമ്പടി എടുത്തു. 10-ാം തീയതി വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്തു. ഇന്നലെ 27-ാം തീയതി വീണ്ടും 27-ാം തീയതി എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ തൃശ്ശൂരിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നു. ഞാനിത് വേറെ ആരോടും പറഞ്ഞിട്ടില്ല. വീട്ടിലെ അറിയാം, പിന്നെ ആ തന്ന ഓഫീസിൽ അവർക്കും അറിയാം. അല്ലാതെ ഞാൻ വേറെ കൂട്ടുകാരോടോ നാട്ടുകാരോടോ മറ്റു വീട്ടുകാരോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യം ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ പറയുള്ളൂന്നും പറഞ്ഞ് ഞാൻ വന്നതായിരുന്നു ഇവിടെ. അത് ഈ 27-ാം തീയതി എന്ന സൈൻ വെച്ച്, അതും 27-ാം തീയതി വരേണ്ടതല്ലേ ഓർഡർ, 23-ാം തീയതിയാണ് ഈ ഓർഡർ ഇറക്കിയേക്കുന്നത്. ആ സൈൻ ചെയ്യേണ്ട ആൾ ഇന്നലെ 27-ാം തീയതിയാണ് സൈൻ ചെയ്യുന്നത്. അങ്ങനെയാണ് എനിക്ക് ഇന്നലെ ഓർഡർ കിട്ടുന്നത്. അങ്ങനെ മാതാവ് തന്നു തന്നെയാണെന്ന് മാതാവ് അവിടെ സീലടിച്ച് തന്നു. അങ്ങനെ 27 പതിപ്പിച്ചുകൊണ്ട് മാതാവിൻ്റെ ജോലിയായി എനിക്കത് തന്നു. പിന്നെ ഞാൻ ഉടമ്പടി കാര്യങ്ങളിൽ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ പാലായിൽ മരിയ സദനം എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് മാനസിക വെല്ലുവിളി നടന്നാൽ മാനസിക പ്രശ്നങ്ങളുള്ള ആതിരാലയോ ആരും നോക്കാനില്ലാത്ത അങ്ങനെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവിടെ പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും എന്നാൽ പോയേക്കാം. ഞാൻ അവിടെ പോയി ആൾക്കാരോടൊക്കെ സംസാരിക്കും. നമുക്ക് എന്നെ സംസാരിക്കും. ഞാൻ പൊതുവെ സംസാരിക്കുന്നതിനും അങ്ങനെ പ്രകൃതിയുള്ള മനുഷ്യനൊന്നും അല്ല. എനിക്കങ്ങനെ ഒരാളെ പെട്ടെന്ന് കണ്ട ഒരാളോട് സോപ്പിട്ട് സംസാരിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഞാനങ്ങനെ സംസാരിച്ചിട്ടുമില്ല. അപ്പം ഞാൻ അവരോടൊക്കെ പോയി സംസാരിക്കുക. അവരൊക്കെ എന്നോട് ഇങ്ങോട്ട് സംസാരിക്കുക. അവർക്കൊക്കെ എന്നോട് ഭയങ്കര താല്പര്യം. ഞാൻ സംസാരിക്കുന്നു, എനിക്ക് ഉള്ള മറുപടിയും കിട്ടുന്നു പറയാനുള്ള. ഞാൻ അവരോട് സംസാരിക്കുന്നു. അവിടെ എനിക്ക് പൊതുവെ ഇങ്ങനെ ഒരു വൃത്തി ഇല്ലാത്ത അല്ലെങ്കിൽ വേറെ മറ്റു ദുർഗന്ധം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് നിൽക്കാൻ പാടാം. അവിടെ എന്ന് പറഞ്ഞാൽ നല്ല മണമല്ല. അപ്പം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ആ മണം അത് അവിടുത്തെ മണമല്ല, അത് ഈശോയുടെ മണമാണ്. ആ മണത്തെ നമ്മൾ സ്നേഹിക്കണം. എനിക്കൊരു കുഴപ്പമില്ല. അന്ന് എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ട് തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ആഴ്ച തൊട്ട് എല്ലാ ഞായറാഴ്ച ഞാൻ പോവും. അപ്പം അപ്പനോടത്തി പോവും. അന്ന് അവരുടെ നഖമൊക്കെ വെട്ടും. അപ്പം അവിടെയുള്ള പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ കയ്യിൽ നഖം വെട്ടാനൊക്കെ ഇപ്പം കുറച്ച് ഉടമ്പടി എടുത്തവർ കുറേ പേര് വരും, അല്ലാതെ കുറച്ച് വോളണ്ടിയേഴ്സൊക്കെ വരും. പക്ഷെ കാലേലെ വെട്ടാൻ വരില്ല. കാരണം കാല് അത്ര രസമല്ല അവിടെ വെട്ടാൻ. അത് നല്ല ചെളിയൊക്കെ കാണും, പല വേസ്റ്റുകൾ കാണും. അങ്ങനെയുള്ളൊരു സന്തോഷം. നമുക്കൊരു കുഴപ്പമില്ല. ഞാനും അപ്പനൊക്കെ അത് വെട്ടും. അവരോട് നല്ല സന്തോഷം. അവർക്ക് ഞങ്ങളെ താല്പര്യമാണ്. ഞങ്ങൾ ചെല്ലുമ്പം അവർ ഓടി വരും, എന്നിട്ട് വെട്ടാൻ വരും, ഞങ്ങളോട് സംസാരിക്കും. വെട്ടാനില്ലെങ്കിൽ പോലും അവരവിടെ സംസാരിക്കും. അവർക്ക് എല്ലാവരും വെട്ടൊന്നും ഇഷ്ടമല്ല. ഞാൻ എൻ്റെ നഖം എങ്ങനെ വെട്ടുന്നു അതുപോലെ തന്നെ എനിക്ക് അവരുടെ നഖം വെട്ടാൻ സാധിക്കുന്നുണ്ട്. അത് ഈശോയുടെ നഖം ഞാൻ എങ്ങനെ വെട്ടുന്നു അതുപോലെ തന്നെ എനിക്കത് ഈശോയെ കണ്ടുകൊണ്ട് എനിക്ക് വെട്ടാൻ മാതാവ് എനിക്ക് കൃപ നൽകിയേക്കാം. എനിക്കാ മണവോ അവിടെ വൃത്തിയില്ലായ്മയോ ഒന്നും എനിക്കൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നാറില്ല. ഈ ഉടമ്പടിയിൽ ഞാൻ നിയോഗങ്ങൾ വെച്ചിരുന്നതാണ്. എൻ്റെ ഭാര്യ ലിറ്റിക്ക് ഒരു ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അത് 2 ആഴ്ച നീണ്ടു നിന്നു. ആദ്യമൊക്കെ തുടങ്ങിയപ്പോൾ ഇന്ന് മാറും നാളെ മാറും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെങ്കിൽ ക്ഷീണം കൂടി സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോലും കൂടാൻ പറ്റാത്ത അവസ്ഥയായി. അന്ന് ഞങ്ങൾ 3 പേരും കൂടെ കൈവരിച്ച് പിടിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഉടമ്പടി വസ്തുക്കൾ തേനും ഉപ്പും കൊടുക്കുകയും തൈലം വയറിൽ തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. അന്ന് നിന്നതാണ്. പിന്നെ ഒരിക്കലും അങ്ങനെ ഒരു അസുഖം ഉണ്ടായിട്ടില്ല. പിന്നെ ലിറ്റിക്ക് ദേഹത്ത് നീര് വന്നിട്ട് കൈക്കും കാലിനും എല്ലാം വേദന, പെടലിക്കും ഒക്കെ വേദനയായിരുന്നു. ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തൈലവും മാത്രം ഉപയോഗിച്ച് ഇന്ന് എല്ലാ ജോലികളും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൈ വെക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ ജോലികളും ചെയ്യാൻ സാധിക്കുന്നു. പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ വാങ്ങിത്തന്നതിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദികൾ പറയുകയാണ്. ആത്മീയ ജീവിതത്തിൽ കുർബാന കുമ്പസാരം ഇവയെല്ലാം ആണ്ടിൽ 1 അല്ലെങ്കിൽ 2 കുമ്പസാരമായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ്. ഇപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയും എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. നേരത്തെ ഞായറാഴ്ച മാത്രമാണെന്ന് ഞാൻ കുർബാനയിൽ പങ്കെടുത്തിരുന്നത്.
പിന്നെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ ഞായറാഴ്ച മാത്രമായിരുന്നു ഉണ്ടായിരിക്കുകയും പ്രാർത്ഥനയിൽ പങ്കുചേരുകയും ചെയ്യുന്ന ഇപ്പോൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഞാനിവിടെ വന്നപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ 2 കെട്ട് പാത്രമായിരുന്നു വാങ്ങിച്ചുകൊണ്ട് പോയത്. അത് എങ്ങനെ കൊടുക്കണമെന്നൊന്നും അറിയത്തില്ല, എങ്കിലും ഞാൻ മേടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. പിന്നീട് ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ, വീടുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, അങ്ങനെ പല സ്ഥലങ്ങളിൽ ആണ് ഞങ്ങൾ ഇപ്പോൾ 4 കെട്ട് പത്രം വാങ്ങിച്ചു കൊണ്ടുപോയി ഞാൻ തന്നെ കൊടുക്കുന്നു. ജോസഫ് വേറെ കൊടുക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ രണ്ട് ജപമാല റാലികളിൽ ഞങ്ങൾക്ക് കുടുംബസമേതം മുഴുവൻ പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. മാതാവിന് പ്രത്യേകത, കാരണം ഒരു ലെവൽ ആദ്യമൊക്കെ ഞാൻ ആദ്യത്തെ തവണ വന്നപ്പോൾ പാതി വഴി വന്നപ്പോൾ നിന്ന് പോകും, ഇനി മുമ്പോട്ട് പോകില്ല എന്ന് ഞാൻ ഓർത്തായിരുന്നു. പക്ഷേ ആ കറക്റ്റ് അവസാനം അർത്തിങ്കപ്പള്ളി ചെല്ലാനും അവിടെ ചെന്ന് പരിശുർബാന സ്വീകരിച്ച് ആ സമാപന ആശീർവാദം മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ അപ്പൻ എന്നെ തലേ ദിവസം ഭയങ്കര വല്യവാനയായിരുന്നു, ഒട്ടും പറ്റില്ല. അപ്പൻ രാവിലെ ഒട്ട് കിടപ്പം, അതുപോലെ വല്യവാനയായിരുന്നു. പക്ഷേ അന്നത്തെ ഡെയിലി ബ്രെഡ് ഞാൻ ഓർക്കുന്നുണ്ട്. ജോസഫ് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ടേലും പോവുകയാണ്, അതിനുള്ള ആശീർവാദം നിങ്ങൾക്ക് തരുന്നു, അത് ശരിയായിട്ട് വരും എന്ന് അച്ഛനെന്ന് പറയുന്നുണ്ട്. അപ്പം അന്ന് ഞങ്ങൾ അങ്ങനെ പോകാത്തൊരു ഡോക്ടറെ അടുത്ത് പോകാനും പെട്ടെന്ന് അതിൻ്റെ ആ വേദന കുറയ്ക്കാനും അടുത്ത ദിവസം നല്ല പൂർണ്ണ ആരോഗ്യവാനായിട്ട് ജപമാലയിൽ പങ്കെടുക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ എല്ലാ ദിവസവും ഞങ്ങൾ ഡെയിലി ബ്രെഡ് രാവിലെ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ അത് സ്റ്റാറ്റസ് ഇടുക ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങളുടെ പള്ളി ഒരു ഫൊറോന പള്ളിയാണ്. അപ്പം രാവിലെ 5:30 ഞായറാഴ്ച ദിവസം കുർബാനയുണ്ട്. ഒരു ദിവസം അപ്പനോട് അച്ഛൻ വന്ന് ചോദിക്കുക, എങ്ങനെ പിള്ളേരാരെങ്കിലും ലേഖനം വായിക്കുമോ? അപ്പം വായിക്കാമെന്ന് അപ്പം പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ വായിക്കാം. ഞാനിതുവരെ പള്ളിയിൽ ലേഖനം വായിക്കാനും പോയിട്ടില്ല. കുർബാനയ്ക്ക് പണ്ടെന്നോ ഒരു കാലത്ത് ഒരു 3-4 ദിവസം അങ്ങനെ കൂടി കാണും, അങ്ങനെ ഞാൻ കൂട്ടിയിട്ടേ ഉള്ളൂ. എന്നെ അച്ഛൻ ഇടവകയിൽ ഇഷ്ടംപടി പിള്ളേരുണ്ട്, പിള്ളേർക്കൊക്കെ ഒരു ക്ഷാമം ഇല്ലാത്തൊരു സ്ഥലം. അപ്പം അവരൊന്നുമില്ല, ഈശോ ഞങ്ങൾക്ക് വേണ്ടി, മാതാവ് ഞങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തു, അത് ലേഖനം വായിക്കാം. പിന്നെ ഇപ്പോൾ കുർബാനയ്ക്ക് എല്ലാ ഞായറാഴ്ച 5:30 ഞാനും ഉണ്ട്, അനീനും ഉണ്ട്. ഞങ്ങൾ 2 പേരും കുർബാനയിലും ശുശ്രൂഷകളായിട്ട് പങ്കെടുക്കുന്നു. എല്ലാം ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് അറിയാം. പണ്ട് ഇപ്പം അപ്പന് ഈ അപകടം സംഭവിച്ചെന്ന് പറഞ്ഞില്ലേ, അപകടം സംഭവിച്ചത് പോലും അത് മാതാവിൻ്റെ ഒരു പ്രവർത്തനമായിട്ടാണ് വന്നത്. കാരണം 2018 ഞങ്ങൾ മാതാവിനോട് അടുപ്പിച്ച് ഞങ്ങൾ മാതാവിനെ പിന്നെ അറിഞ്ഞില്ല, മാതാവ് തന്ന അനുഗ്രഹത്തെപ്പറ്റി അറിഞ്ഞില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുവരുന്നു. ആ പഴയ ബിസിനസ് അത്ര സുഖമൊന്നും അല്ലായിരുന്നു. ആ അന്തരീക്ഷത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇന്ന് ഇതുവരെ ഞങ്ങൾ അനുഭവിച്ചുള്ള സന്തോഷത്തോടെ ആനന്ദത്തോടെ ഞങ്ങൾ ജീവിക്കുകയാണ്. പിന്നെ തുടർന്നും ഇനിയുള്ള ജീവിതം മുഴുവൻ ഈ മാതാവിനോട് ചേർന്ന്, ഈശോയോട് ചേർന്ന് ഉടമ്പടിയിൽ വിശ്വസ്തയോടെ പാലിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനോട് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വചനമാണ്. നമ്മുടെ പരിമിതികൾക്കപ്പുറം ദൈവത്തിൻ്റെ ഒരു വലിയ ശക്തിയാണ് പ്രവർത്തിക്കുന്നത്. മരിയൻ ഉടമ്പടിയിലൂടെ സാധ്യമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ, പ്രശ്നങ്ങൾ വിശ്വാസത്തോടെ ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുത്തൻ വഴികളാണ് ഈശോയും അമ്മയും തുറന്നു തരുന്നത്. ദൈവവചനത്തിന് വിധേയമായ ഒരു ജീവിതം നയിക്കുമ്പോൾ പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ഓരോ കാര്യത്തിലും ഇടപെടുന്നത്. അസാധ്യം സാധ്യമാക്കുന്ന ഒരു അനുഭവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ സാക്ഷ്യങ്ങളും വെളിപ്പെടുത്തി തരുന്നത്. പ്രശ്നങ്ങളിൽ നിരാശരാകാതെ പ്രാർത്ഥനയിൽ വിശ്വസ്തയോടെ ഉടമ്പടിയിൽ സ്ഥിരതയോടെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി ലഭിക്കുന്നതായിട്ടാണ് നാം സാക്ഷ്യത്തിൽ കേട്ടത്. ജോസഫ് ജിമ്മി എന്ന സഹോദരനും കുടുംബവും ഒന്നിച്ചു വന്ന് ഒരു കുടുംബം മുഴുവനായിട്ട് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. കുടുംബനാഥനാണ് ഉടമ്പടി എടുത്തത്. പിന്നീട് ഓരോ കാര്യം ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ വളരെ വലിയ ഒരു മാറ്റമാണ് ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് എന്തും നമ്മൾക്ക് തരുമെന്ന പൂർണ്ണ വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. ഈ മക്കൾ പറഞ്ഞ കാരുണ്യ പ്രവർത്തികൾ ജോസഫ് അച്ഛൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ വിശേഷവിധിയായിട്ട് ഈശോയ്ക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന്. ഈ മക്കൾ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് ആ മന്ദിരത്തിൽ ചെന്നപ്പോൾ മറ്റുള്ളവരുടെ നെയിൽ കട്ട് ചെയ്ത് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ സ്മെല്ലാണ്. പക്ഷേങ്കിൽ ആ കാലിൽ നെയിൽ കട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേങ്കിൽ അച്ഛൻ മകന് പറഞ്ഞു കൊടുത്തത്, മോനെ അത് ഈശോയുടെ മണവാന്ന്. ഇതാണ് വിശ്വാസ കൈമാറ്റം. വിശേഷവിധിയായിട്ട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നു. ഈശോ അപ്പം മകൻ പറയണത്, ഇപ്പം ഞാൻ ഈശോയ്ക്ക് വേണ്ടിയായിട്ട് ഞാൻ ചെയ്യുന്നത്, ഈശോയെയാണ് ഞാൻ അവരിൽ കാണുന്നത് എന്ന ആ വിശ്വാസത്തിലേക്ക് മകന് ഉയരാൻ സാധിച്ചു.
ഇതൊക്കെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാത്രമേ നാം കാണുകയുള്ളൂ. കാരണം ഈശോയ്ക്ക് വേണ്ടിയിട്ടും ആ സ്നേഹത്തെ പ്രതി ഈശോ നൽകുന്ന നമ്മളോട് കാണിക്കുന്ന ആ സ്നേഹം നമ്മളും ഈശോയോട് കാണിക്കുകയാണ്. ഓരോ വ്യക്തികളിലൂടെ സഹായിക്കുന്നതിലും അവരുടെ കൂടെ നിൽക്കുന്നതും ഈശോയുടെ സാന്നിധ്യം അവർക്ക് കൂടി മനസ്സിലാക്കാനും ഇവർക്ക് കിട്ടിയ അനുഗ്രഹം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിട്ട് മാറുകയാണ് ഇവരുടെ ജീവിതത്തിലൂടെ. അതുപോലെ തന്നെയാണ് 10,000 പേര് അവിടെ പരീക്ഷ എഴുതിയിട്ടുണ്ട് ഓൾ ഇന്ത്യയിൽ. പക്ഷേ ഈ മകനെ സെലക്ട് ചെയ്യണമെങ്കിൽ അത് ഉടമ്പടിയിലെ മകനായതുകൊണ്ടാണ്. അവർക്ക് ഒരു പ്രത്യേകതയാണ്. കാരണം അവർ മറ്റു വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തരാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയുമാണ് അവരെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. കേരളത്തിൽ 16 സീറ്റുകളിൽ 9 പേര് ആണ് ജനറലിലുള്ളത്. അതിലും ഈ മകനെ സെലക്ട് ചെയ്യണമെങ്കിൽ അത് ഉടമ്പടി ജീവിതത്തിൻ്റെ ആ വിശ്വസ്തയുടെ ആ ആത്മാർത്ഥതയുടെ ആ വിശ്വാസത്തിൻ്റെ ജീവിതമാണ്. അത് തന്നെയുമല്ല ഈ മക്കൾ ആത്മീയ ജീവിതത്തിലാണെങ്കിലും ഈശോയുടെ അമ്മയുടെയും ചേർന്ന് നിന്ന് കുർബാനയും കുമ്പസാരവും നേരത്തെ പോലെയല്ല ഈ കുടുംബം മുഴുവനായിട്ട് ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് മുന്നോട്ട് നയിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതത്തിലും. നിരാശകളുടെയും പരാജയങ്ങളുടെയും നിമിഷത്തിൽ നമുക്ക് ഓർക്കാം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വചനമാണ്. ഈശോയിൽ അമ്മയിലും കൂടുതൽ വിശ്വസിക്കുക. നമ്മുടെ ബലഹീനതകളും നിരാശകളും എല്ലാം ഈശോയുടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ അടഞ്ഞ വാതിലുകൾ തുറന്നു തരാനും അസാധ്യങ്ങൾ സാധ്യമാക്കാനും എളുപ്പമുള്ള ഒരു വലിയ ആത്മീയ പദ്ധതിയാണ് ഉടമ്പടി. ആ ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ തീഷ്ണതയുടെ മുന്നോട്ട് നയിക്കുവാൻ ഈശോയും അമ്മയും നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ജിമ്മി ജോസഫിനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.